തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ ഭീഷണിയായി കുന്നുകളുണ്ട്. വെള്ളാർ മുതൽ കാരോട് വരെ ദേശീയപാതയിൽ അപകട ഭീഷണിയാവുകയാണ്. കുന്നുകൾ 90 ഡിഗ്രിയിലാണ് ഇവിടെ കുന്നുകൾ ഇടിച്ചത്. കുന്നുകൾ ഇടിയാതിരിക്കാൻ നിർമ്മിച്ച സുരക്ഷാ മതിലുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. കോവളം വിഴിഞ്ഞം റോഡിൽ നിന്ന് റോഷിപാലും ടി വി പ്രസാദുമാണ് ഉള്ളത്. പ്രസാദ്, ഇപ്പോൾ ഈ റോഡിന്റെ ഏതു ഭാഗത്താണ് പ്രസാദ് നിൽക്കുന്നത്? കുന്നുകൾ ഇവിടെ പൂർണ്ണമായും ഇടിച്ചു കഴിഞ്ഞ സാഹചര്യമാണോ? അവിടെ തന്നെ സുരക്ഷാ മതിലുകൾ ഉണ്ടോ അവിടെ? സ്മൃതി, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു ഗുഹയിലല്ല, ഒരു റോഡിൻ്റെ അരികിലെ കുന്നിൻ്റെ അരികിലാണെന്ന് പറഞ്ഞാൽ പലരും ഞെട്ടിപ്പോവും. അതായത് ഇവിടെ നിന്നാൽ പോലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് കുന്നാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ ദേശീയപാതയാണ്, അതായത് കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ദേശീയപാത പണി പൂർണ്ണമായും പൂർത്തിയായതാണ്. അതിൻ്റെ അരികിലുള്ള ഈ മതിലാണ്, ഈ കുന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് 90 ഡിഗ്രി ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90 ഡിഗ്രിക്കകത്തേക്ക് കയറി ഇവിടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന പാകത്തിനകത്തേക്കുണ്ട്. ഇവിടെ എന്ത് സുരക്ഷിതത്വം ഉണ്ട് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് തന്നെയാണ് ഉത്തരം. തീർന്നില്ല സ്മൃതി, ഇതിൻ്റെ ഭീകരമായ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. വിണ്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗം. താഴത്തെ ഭാഗം ഇങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള ഭാഗം നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഇവിടെ ആകെ ശാസ്ത്രീയമായി ചെയ്തതെന്ന് പറഞ്ഞാൽ അകത്ത് വെള്ളം നിറഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ പാകത്തിൽ 2 മീറ്റർ ഗ്യാപ്പിൽ ഓരോ പൈപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് റോഡ് നിർമ്മിക്കുന്നവർക്ക് റോഡ് മാത്രം നിർമ്മിച്ച് പോവുക എന്നതിലുപരിയായി അതിൻ്റെ അരികെങ്ങനെ നിൽക്കുന്നു എന്ന കാര്യം അവർക്ക് വിഷയമേയല്ല. കാരണം ഓരോ കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന നിലയിലാണല്ലോ അവർക്ക് കരാറുണ്ടാകുന്നത്. ഇവിടെ കഴക്കൂട്ടത്ത് നിന്ന് കാരോടേക്ക് പോകുന്ന ഈ 4 വരിപ്പാത ദേശീയപാതയാണ്. അതിൻ്റെ അരികിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വഴി, നമ്മളിപ്പോൾ കോവളം ഭാഗത്താണുള്ളത്, ഒരു വലിയ കുന്നിടിച്ച് അതിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത്. സ്വാഭാവികമായി ഇവിടുന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 45 ഡിഗ്രിയെങ്കിലും ചരിച്ചിരുന്നുവെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ശ്രുതി, ഇങ്ങോട്ടേക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കാം. റോഷിപ്പാൽ കൂടി നമുക്കൊപ്പമുണ്ട്. നേരത്തെ നമ്മൾ പല എഞ്ചിനീയർമാരോട് സംസാരിച്ചു. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു റോഷി ഇതിനകത്ത്? ഇതിൽ പ്രസാദ്, ഈ റോഡ് നിർമ്മാണത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ തന്നെ, കരാർ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത്. കാരണം ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് പാതാ നിർമ്മാണത്തിന് മാത്രമാണ്. 45 മീറ്റർ ദേശീയപാതയാണെങ്കിൽ അതിനും സർവീസ് റോഡിനും മാത്രം സ്ഥലം ഏറ്റെടുക്കും. അപ്പോൾ ഈ വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി അവിടെ ഈ തരത്തിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇവർക്ക് അത് ചരിച്ചുകൊണ്ട് ഒരു സ്ലോപ്പായി ഇവിടെ നിർമ്മിക്കാൻ, ഈ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇത് 90 ഡിഗ്രി ചെരുവിൽ നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യത, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ തരത്തിലുള്ള ഒരു നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല ഇവിടെ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും ആ പൈപ്പിലൂടെ കൃത്യമായി വെള്ളം ഇറങ്ങുന്നില്ല എന്നാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത്. കാരണം ഇതിനകത്തേക്ക് സിമെൻറ്റ് കയറി അത് പൂർണ്ണമായി അടഞ്ഞ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ വെള്ളം കെട്ടി നിന്നാൽ ഏത് സമയവും ഈ വലിയ ഭിത്തി താഴേക്ക്, ഈ കുന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഈ തരത്തിൽ പലയിടങ്ങളിലായി തിരുവനന്തപുരത്ത് ഏതാണ്ട് കാരോട് വരെ സമാനമായ രീതിയിലാണ് ഈ ഭാഗത്ത് ഒരിടത്ത് പോലും നോ പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുമില്ല. വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാണുമ്പോൾ ഈ ദീർഘദൂര യാത്രക്കാർ ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് അല്പം വിശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ കനത്ത മഴയിൽ ഈ മതിലിടിഞ്ഞാൽ ഈ വാഹനങ്ങൾ അതിനകത്ത് കുടുങ്ങുകയും ചെയ്യും. ഏതായാലും വളരെ വലിയ അപകട സാധ്യതയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സ്മൃതി, നമുക്ക് ഇത് ഒരൊറ്റ ഭാഗത്ത് മാത്രമല്ല സ്മൃതി, നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം ഏതാണ്ട് 300 മീറ്ററിലധികമാണ് ഇതിൻ്റെ നീളം. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം. ഇവിടെ നിന്ന് ഈ മതിലൊന്ന് താഴേക്കിടിഞ്ഞാൽ ഇതിലേക്ക് പോകുന്ന ലോറിയല്ല, ഏറ്റവും വലിയ വാഹനങ്ങൾ പോലും മണ്ണിലടിയിലാകുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെയാണ് ഇത്തരത്തിൽ 90 ഡിഗ്രി ചരിച്ചുകൊണ്ട് 90 ഡിഗ്രി കുത്തനെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെറ്റ് കെട്ടി ആ നെറ്റിൽ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണമായും നമുക്ക് കരാറുകാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നേരത്തെ റോഷി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. അതായത് 45 മീറ്ററാണ് റോഡിൻ്റെ വീതിയെങ്കിൽ ആ 45 മീറ്ററിലും റോഡ് മാത്രമാണെന്നതാണ്. അരികിൽ വരുന്ന കുന്ന് ചെരിച്ച് കെട്ടാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാകുന്നില്ല.
ശാസ്ത്രീയമായി പറയുന്നത് ഓരോ മീറ്ററെങ്കിലും ഉയരത്തിൽ കുറച്ച് കെട്ടി പിന്നെ വീണ്ടും നേരെയാക്കി വീണ്ടും 1 മീറ്റർ ഉയർത്തി അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ഭീതി ജനങ്ങൾക്കുണ്ടാവില്ല. സ്മൃതി, ഈ ദൃശ്യങ്ങൾ നോക്കൂ. ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, മനു ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മറുഭാഗത്തും ഇത് തന്നെയാണ് സ്ഥിതി. കോവളം ഭാഗത്തേക്ക് പോകുന്നവർക്കറിയാം, ഇതിൻ്റെ മുകളിലൂടെ ഒരു സർവീസ് റോഡ് പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് ഈ മതിലൊന്ന് താഴേക്ക് ഇടിയുന്നു എങ്കിൽ ഇതിലൂടെ പോകുന്നവർക്ക് അവരുടെ ജീവന് എന്ത് ഗ്യാരണ്ടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ റോഡിനെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് റോഡരികിലുള്ള ഇത്തരം കുന്നുകൾ എങ്ങനെ സംരക്ഷിച്ചു എന്നിടത്ത് തന്നെയാണ്. പലയിടങ്ങളിലും ഇങ്ങനെ മണ്ണ് വീഴുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ അത്തരം സംഭവങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് ഉണ്ടായില്ല. പക്ഷേ സംഭവിച്ചാൽ സ്മൃതി ആരിതിന് മറുപടി പറയുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് 90 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്കെങ്കിലും നേരെ പോകണമായിരുന്നു. പക്ഷേ അതില്ല. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇതുപോലെ എങ്ങനെയാണോ ഇടിക്കുന്ന സമയത്ത് ഈ കുന്നുള്ളത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നിർമ്മാണമാണ് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, കരാറുകാരുടെ ഭാഗത്തുണ്ടാകുന്നത്. ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്കൊന്നും അറിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള കാഴ്ചകൾ ഞാനും റോഷിപ്പാലും മനുവും നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമല്ല, കഴക്കൂട്ടത്ത് നിന്ന് കാരോടേക്ക് പോകുന്ന പല മേഖലകളിലും ഇതുപോലെ വലിയ താഴെയാണ് കാണിച്ചു തന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഏതായാലും ഇതുവരെ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. 90 ഡിഗ്രിയിലാണ് ഇവിടെ മല ചുരന്നിരിക്കുന്നത്. ഈ രൂപത്തിൽ കുന്നുകൾ നിലനിർത്താൻ ആരുടെ ഉപദേശമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചെന്ന് അറിയില്ല. ഏതായാലും അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ ഭീഷണിയാണ് ഈ കുത്തനെയുള്ള കുന്നുകൾ ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇക്കാര്യത്തിൽ അധികൃതരുടെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത്.